റിട്ടാർഡഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന എന്താ, നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് എഴുതി ഐ എഴുതാണ് റിട്ടാർഡഡ് കറണ്ട് എന്ന് പറയുന്നത്. റിട്ടാർഡഡ് കറണ്ട് നമുക്ക് I0 എക്സ്പോണൻഷ്യൽ രീതിയിൽ നമുക്ക് I0 ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി മൈനസ് ആർ ബൈ സി. ഇവിടെ നമുക്ക് ബീറ്റ എടുക്കാം. ബീറ്റ എന്ന് പറയുന്നത് ഒമേഗ ബൈ സി എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കണ്ടക്ടറിന്റെ കേസ് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, അവിടെ നമുക്ക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിൽ നമുക്ക് അവിടെ ഉണ്ടാകും, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ നമുക്ക് അവിടെ വരുമെന്ന് പറഞ്ഞു. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് നമ്മൾ പറയുമ്പോൾ കറണ്ട് പോകുന്ന ഡയറക്ഷനാണ് നമുക്ക് തമ്പിന്റെ ഡയറക്ഷനാണ് കറണ്ടിന്റെ ഇത് വരുന്നത്, ഡയറക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് എടുക്കാം ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻവേർട്ട് ടു ദ കറണ്ട് അല്ലെങ്കിൽ ഇൻസൈഡ് ദ പേപ്പർ. ഇപ്പൊ നമുക്ക് പേപ്പർ വരയ്ക്കുമ്പോഴത്തേക്ക് ഇൻസൈഡ് എന്നുള്ള രീതിയിലാണ്, ഇങ്ങോട്ടാണ് നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോൾ ഫീൽഡിന്റെ കേസ് വരുന്നത്. അപ്പൊ നമുക്ക് ഡയറക്ഷൻ എന്താണുള്ളത്, അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്. മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് റിട്ടാർഡഡ് വരുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്. കാരണം ഈ പൊട്ടൻഷ്യൽ എല്ലാം എങ്ങനെയാ, ടോ എന്ന് പറയുന്ന ടൈമിൽ നടക്കുന്ന റിട്ടാർഡഡ് ടൈമിൽ നടക്കുന്ന ടി എന്ന് പറയുന്ന കറണ്ട് വേരിയേഷൻ, കറണ്ട് പാസ് ടി എന്ന് പറയുന്ന ടൈമിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേരിയേഷൻ, കറണ്ടിനുണ്ടാകുന്ന വേരിയേഷൻ കാരണം പി എന്ന് പറയുന്ന പോയിന്റുള്ള ഫീൽഡ് വേരിയേഷൻ അതിന് തൊട്ട് മുന്നിലുള്ള റിട്ടാർഡഡ് ടൈമിന്റെയാണ്. അതുകൊണ്ടാണ് നമുക്ക് റിട്ടാർഡഡ് മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ എ ഇസ് ഈക്വൽ ടു മ്യൂ ഡിവൈഡ് ബൈ 4π ഇൻറ്റു വോളിയത്തിലാണ് നമ്മൾ എടുക്കുന്നത് ട്രിപ്പിൾ ഇന്റഗ്രൽ അല്ലെങ്കിൽ വോളിയം വി ഇന്റഗ്രൽ ജെ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ഡി വി. ഇത് ജെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ജെ എന്ന് പറഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റി ആണ്. കറണ്ട് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ ആർ എന്നാണ് എടുക്കുക. ഇവിടെ നമുക്ക് ജെയുടെ ടൈമിൽ എങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും, ഐയുടെ ടൈം നമ്മൾ എടുത്തേക്കുന്ന പോലെ I0 ഇ റേസ് ടു ജെ ഒമേഗ ടി മൈനസ് ആർ ബൈ സി. അതേപോലെ തന്നെയാണ് ജെ എം ഇ റേസ് ടു ജെ ഒമേഗ ടി മൈനസ് ആർ ബൈ സി. അപ്പൊ ഈ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വേണേൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ആ കോംപ്ലക്സ് ടൈം അങ്ങ് മാറ്റിയിട്ട് വേണമെങ്കിൽ എന്താ എ ഇസ് ഈക്വൽ ടു റിട്ടാർഡഡ് വെക്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ 4 മ്യൂ ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു ഇന്റഗ്രൽ ജെ ടി മൈനസ് ആർ ബൈ സി ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ഡി വി എന്ന് എഴുതാം. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഔട്ട്വേർഡ് ദ കണ്ടക്ടർ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഡയറക്ഷൻസ് ഒന്നും പറയാൻ വേണ്ടി പറ്റാത്ത കാരണം അവിടെ എന്തായിരിക്കും, സ്കെയിലാർ പൊട്ടൻഷ്യൽ ആയിരിക്കും. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്കെയിലാർ പൊട്ടൻഷ്യലും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് വെക്ടർ പൊട്ടൻഷ്യലാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പൊ സ്കെയിലാർ പൊട്ടൻഷ്യൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് വി, ഇവിടെ എന്താ റിട്ടാർഡഡ് ആണ് നമ്മൾ എടുക്കുന്നത്. റിട്ടാർഡഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ വി ഇസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ ഇൻറ്റു ഇന്റഗ്രൽ റോ എന്ന് പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ചാർജ് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ ട്രിപ്പിൾ ഇന്റഗ്രൽ ആണ്, ചാർജ് ഡെൻസിറ്റി ഡിവൈഡ് ബൈ ആർ ഇൻറ്റു ഡി വി. അപ്പൊ നമുക്കിവിടെ ഈ റോയെ നമുക്ക് എഴുതാമല്ലോ, റോ 0 ഇൻറ്റു ഇ റേസ് ടു ജെ കോംപ്ലക്സ് ടൈമിൽ എഴുതാം റോ 0 ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി മൈനസ് ആർ ബൈ സി ഇൻറ്റു ഡി വി എന്ന് എഴുതാം. ഇതാണ് റിട്ടാർഡഡ് സ്കെയിലർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി റോയുടെ വാല്യൂ നേരത്തെ എഴുതുപോലെ റിട്ടാർഡഡ് ചാർജ് ഡെൻസിറ്റി, അതായത് നമുക്ക് ജെ എന്ന് പറയുമ്പോൾ റിട്ടാർഡഡ് കറണ്ട് ഡെൻസിറ്റി, റോ എന്ന് പറയുന്നത് റിട്ടാർഡഡ് ചാർജ് ഡെൻസിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു ഐ എന്ന് പറയുമ്പോൾ റിട്ടാർഡഡ് കറണ്ട് ആണ്. അപ്പൊ റിട്ടാർഡഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യലും സ്കെയിലാർ പൊട്ടൻഷ്യൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് കൺസെപ്റ്റ് ഓഫ് റിട്ടാർഡഡ് പൊട്ടൻഷ്യൽ അത് നമ്മളിവിടെ പറയണം. ഒന്നുകൂടെ പറയാം, റിട്ടാർഡഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് റിട്ടാർഡേഷൻ ഓഫ് ചേഞ്ചസ് ഇൻ ഫീൽഡ് അറ്റ് വിച്ച് പോയിന്റ് ഓഫ് സ്പേസ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ചസ് ഇൻ കറണ്ട് ആൻഡ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ നമുക്ക് ടൈമിനനുസരിച്ച് ഇത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഫീൽഡിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് അതിന് തൊട്ട് മുന്നിലുള്ള റിട്ടാർഡഡ് ടൈമിലുള്ള കറണ്ട് വേരിയേഷൻസ് കാരണം കിട്ടിയത് കാരണമാണ് നമുക്കതിനെ റിട്ടാർഡഡ് വെക്ടർ പൊട്ടൻഷ്യൽ എന്നാണ് പറയുന്നത്.